അവസാനമായി ഒരു ചോദ്യം കൂടി. ഒരു നടി എന്ന നിലയ്ക്ക് മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് തുടങ്ങിയ മറ്റു ഭാഷാ ചിത്രങ്ങൾ, നാഷണൽ അവാർഡുകൾ, ഇതൊക്കെ നിങ്ങളുടെ അംബിഷനാണ് അല്ലേ? നാച്ചുറലി യെസ്. ഇതൊന്നുമല്ലാതെ മറ്റെന്തെങ്കിലും അംബിഷൻ? ഉണ്ട്. Perhaps most important. എല്ലാരും ഒന്ന് പുറത്തോണം. പോലീസിനോട് ഇത്തിരി കാര്യമുണ്ട്. ഞങ്ങൾക്ക് അല്പം ജോലി ഉണ്ട്, അതിന് നിങ്ങൾ തടസ്സമായിരുന്നു. എല്ലാരും സഹകരിക്കണം. തന്നോടല്ലോ പറഞ്ഞു മാറി നിൽക്കാൻ. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇതാരാ? എന്റെ സെക്രട്ടറി. സെക്രട്ടറി അങ്ങനെ അങ്ങോട്ട് ഒട്ടി നിൽക്കണ്ട, മാറി നിൽക്കാനല്ലടാ പറഞ്ഞു. അയാളോട് നിൽക്കട്ടെ, ഇങ്ങോട്ട് മാറി. എന്റെ പേര് ബൽറാം. വളരെ പ്രധാനപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ചോദ്യം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. താരാദാസിനെ അറിയോ? എങ്ങനെ അറിയാം? പ്രൊഡ്യൂസറോ ഫൈനാൻസറോ വെറും പരിചയമാതോ കാമോ ഐ മീൻ ലവർ? അതെ. കേട്ടില്ലേ? കാമുകൻ, നൊട്ടോറിയസ് ഇന്റർനാഷണൽ ക്രിമിനൽ, അണ്ടർവേൾഡ് ഡോൺ. ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്നാൽ തീരാത്തത്ര കുറ്റം ചെയ്തിട്ടുള്ള ഈ അധോലോക നായകനെ കാമുകി എങ്ങനെയാണ് പരിചയപ്പെട്ടത്? പരിചയപ്പെടാനുണ്ടായ സാഹചര്യം? പരിചയപ്പെട്ടു, അത്രേ ഉള്ളൂ. അങ്ങനെ ഉഴപ്പി പറഞ്ഞാൽ പറ്റില്ല. ഐ വാണ്ട് ഫുൾ ഡീറ്റെയിൽസ്. സോറി സർ, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഇറ്റ് ഈസ് മൈ ബിസിനസ്. മര്യാദയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ സിനിമ ഡയലോഗ് പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് പോലീസ് മുറി എടുക്കേണ്ടി വരും. Come on, tell me. സർ, കുറച്ചുകൂടെ മയമായിട്ട്. എനിക്ക് ഇത്രയൊക്കെ മയത്തിൽ സംസാരിക്കാനേ പറ്റുള്ളൂ. താൻ വേണം സംസാരിച്ചോളൂ. തന്നോട് മാറി നിൽക്കാൻ. മിസ് പ്രിയ, ഈ താരാദാസിനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണോ അദ്ദേഹത്തെ പരിചയപ്പെട്ടതും സ്നേഹിച്ചതും ഒക്കെ? കുറച്ചുകൂടെ വെണ്ണ പുരട്ടി ചോദിക്കണം തമ്പരെ. സാർ ഒന്ന് ചോദിച്ചോട്ടെ? ഓ ചോദിച്ചോ. പറയൂ, ധൈര്യമായിട്ട് പറയൂ പ്രിയ. അതെ, ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാ പരിചയപ്പെട്ടത്. ശരിക്കും മനസ്സിലാക്കിയിട്ടും ഇഷ്ടപ്പെട്ടു? അതിനുള്ള മറുപടിയാ പറഞ്ഞത്. അപ്പൊ എങ്ങനെയുണ്ട്? മയപ്പെടുത്തി ചോദിച്ചാൽ ഇങ്ങനെയുള്ള മറുപടികളെ കിട്ടൂ. കമോൺ മാഡം, താരാദാസിനെ എന്ന്, എവിടെ വെച്ച്, എങ്ങനെ പരിചയപ്പെട്ടു? ഒരിക്കൽ താരാദാസിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ ദുബായിൽ പോയിരുന്നു. ഇനോഗ്രേഷൻ കഴിഞ്ഞ് എന്നെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ താരാദാസ് അദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ട്ണർ സുരേഷ് മേനോനെ ചുമതലപ്പെടുത്തി. ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോൾ അയാളുടെ സ്വഭാവം മാറി. She's a guest. Behave properly. 10 ലക്ഷം കൊടുത്ത് വെറും ഒരു നാടൻ മുറിക്കാൻ മാത്രമല്ല, അതിലെല്ലാം പെടും. You are not supposed to act cheap. Get lost. Sorry man. I will take care of everything. അന്ന് തുടങ്ങിയ ബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ടോ? ഉണ്ട്. ഒരു സലീമിനെ അറിയോ? കോടീശ്വരനായ ഹുസൈൻ സാഹിബിന്റെ മകൻ ഇടയ്ക്ക് വെച്ച് തീവ്രവാദത്തിലേക്ക് തലതിരിഞ്ഞു പോയി. ആ സലീമിനെ അറിയുമെന്നാണ് ചോദിച്ചത്. അറിയുമെന്നുള്ളതിന് ഞങ്ങളുടെ പക്കൽ തെളിവുകളുണ്ട്. അറിയാം. താരാദാസാണോ പരിചയപ്പെടുത്തിയത്? അതെ. എവിടെ വെച്ച്? ദുബായിൽ വെച്ച്. സലീം ഈ വീട്ടിൽ വരാറുണ്ടോ? വന്നിട്ടുണ്ട്. ഇപ്പോഴും വരാറുണ്ടോ? കുറെ നാളായി ഇല്ല. അവനിപ്പോ എവിടെ ഉണ്ട്? അറിയില്ല. താരാദാസ് ഇവിടെ വരാറുണ്ടോ? ഇവിടെ തങ്ങാറുണ്ടോ? മനസ്സിലായില്ലേ? മനസ്സിലാക്കി തരാം. ഇവിടെ അന്തി ഉറങ്ങാറുണ്ടോ എന്ന്. ഓക്കെ റൈറ്റ്, ഞങ്ങൾക്ക് ഈ വീടൊന്ന് പരിശോധിക്കണം. ഐ തിങ്ക് യു വിൽ കോപ്പറേറ്റ്. സ്റ്റാർട്ട്.
സർ മുകളിലെ റൂമിൽ നിന്ന് കിട്ടിയാണ്. ഈ തോക്കിന് ലൈസൻസ് ഉണ്ട്? അറിയില്ല. പ്രിയെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? വെറുതെ കൊണ്ടുപോകല്ല, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? ജനങ്ങൾ ആരാധിക്കുന്ന ഒരു സിനിമാ താരത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നോ? നിങ്ങളുടെ തലയ്ക്ക് എന്താ വട്ട് പിടിച്ചോ? സിനിമാ താരത്തിന് എന്താ കൊമ്പുണ്ടോ? നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതിന് ഇവര് ചെയ്ത കുറ്റം എന്താണ്? ലൈസൻസ് ഇല്ലാത്ത തോക്ക് കൈവശം വെച്ചു. ഇതാണ് തോക്ക്. MLA ക്യാമ്പ്സ് ആക്ടിനെ കുറിച്ചൊന്നും അറിയില്ലല്ലേ? അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ പ്രിയെ അറസ്റ്റ് ചെയ്ത് അപമാനിക്കരുത്. യാതൊരു ബുദ്ധിമുട്ടുമില്ല, പക്ഷേ പകരം MLA ഏക്കണം. എന്ത്? ഈ തോക്ക് നിങ്ങളുടേതാണെന്നും നിങ്ങൾ പറഞ്ഞിട്ടാണ് ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതെന്നും പറ്റോ? പ്രിയ വിഷമിക്കണ്ട, 5-6 ഫോൺ കോൾസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് റിലീസ് ചെയ്യാനുള്ള ഓർഡർ എത്തിയിരിക്കും. ഓക്കെ, മാഡം കയറിയാട്ടെ. ഈ മാഡം ചെന്നാട്ടെ, 5-6 ഫോൺ വിളിക്കാനുള്ളതല്ലേ? കാമോൺ, നീങ്ങിയിരിക്കേ. ഇവിടെ ചോറും കൂട്ടാനും ഒന്നും അറിയലേക്ക് കൊടുക്കാറില്ല. വാടന്മാരുടെ കയ്യും കാലും പിടിച്ച് തരാക്കിയതാ. തിന്നോ. എന്താ ആലോചിക്കണ്? ഇന്നലെ വന്നിട്ട് ഈ നേരം വരെ പച്ച വെള്ളം പോലും കുടിച്ചില്ലല്ലോ. പള്ള കായണ്ട മോളെ, ഉള്ളത് വാരി തിന്നാളാ. നാരായണടുത്തി, ആരെയാ ഈ ഊട്ടണേ? ഓക്കിതൊക്കെ പിടിക്കുവോ? ഇറച്ചിയും മീനും മുട്ടയും പാലും ഒക്കെ കഴിച്ച് ശീലിച്ചോളല്ലേ? ഈ നാറുന്ന ചാക്കരി ചോറും മുളക് ചാറും ഒക്കെ ഓൾഡ് എണ്ണൊക്കെ കൂടെ ഇറങ്ങോ? അല്ലാതെ പിന്നെ ഐറ്റങ്ങൾ പറയണ കേക്കണ്ട മോളെ, ഇയ്യ തിന്നോ. എന്തൊരു മണം! ഏത് സ്വന്തങ്ങളെ തേക്കുന്നേ? അത് മുടിമേന്ന് വരുന്ന മണ. എന്ത് നല്ല മണ ആയാലും 4 ദിവസം ഞങ്ങളോട് കഴിയുമ്പോ അതങ്ങ് മാറിക്കിട്ടൂന്നേ.